ഒരു കൗതുകം ഒന്ന് കേട്ടെ. ഒരു ഉദാഹരണം പറയാം. നോക്കൂ, ഇന്ത്യ 10 രൂപ വിലയുള്ള ഒരു പെൻസിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് 2% തീരുവ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നമായ 10 രൂപയുടെ പെൻസിൽ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുമ്പോൾ 12 രൂപയ്ക്കാണ് നമ്മൾ അത് വിറ്റഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നമായ 10 രൂപയുടെ പെൻസിൽ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുമ്പോൾ 12 രൂപയ്ക്കാണ് നമ്മൾ അത് വിറ്റഴിക്കുന്നത്. എന്തോ കുഴപ്പമില്ലേ, ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കാം അല്ലേ. ഒരു ഉദാഹരണം പറയാം. നോക്കൂ, ഇന്ത്യ 10 രൂപ വിലയുള്ള ഒരു പെൻസിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് 2% തീരുവ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നമായ 10 രൂപയുടെ പെൻസിൽ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുമ്പോൾ 12 രൂപയ്ക്കാണ് നമ്മൾ അത് വിറ്റഴിക്കുന്നത്. അല്ല ഉണ്ണിയെ, കണക്കിലൊരു പെശകില്ലേ? 10 രൂപയുടെ 2% എന്ന് പറയുമ്പോൾ അത് 20 പൈസ അല്ലേ? 100 രൂപയുടെ 2% 2 രൂപ. ഞാൻ പറയണത് ശരിയാണ്. അങ്ങനെയുണ്ടെങ്കിൽ 10 രൂപയുടെ 2% കൂടുതൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഉണ്ണിയെ ഈ 12 രൂപയാണത്? അത് 10 രൂപ 20 പൈസയല്ലേ ആവുള്ളൂ. ഉൽപ്പന്നത്തിന് 2% തീരുവ എന്ന് വിചാരിക്കുക. അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുമ്പോൾ 12 രൂപയ്ക്കാണ് നമ്മൾ അത് വിറ്റഴിക്കുന്നത്. ഉണ്ണി കണക്ക് പഠിക്കാനായിട്ട് ചാക്കോ മാഷ്ട അടുത്ത് തന്നെ പോകണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, പുള്ളി കണക്ക് പഠിപ്പിച്ച കഴുത വരെ പഠിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉണ്ണി അവിടെ തന്നെ പോയിക്കോ. ഒരു കൗതുകം.